നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജഗജ്ജനനി മാതാ അമൃതാനന്ദമയീ ദേവി. അമ്മയുടെ ഒരു ഭക്തൻ്റെ അനുഭവം നമുക്ക് അറിയാം. ഒരു ഭക്തൻ, അമ്മയുടെ ഒരു ഭക്തൻ, അമൃത കുടുംബാംഗത്തിലെ ഒരംഗം അവരുടെ വേറെ ഒരു കുടുംബത്തിലെ വേറൊരാളുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അകത്തു നിന്ന് വീട്ടമ്മ ശ്രീ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് മുറ്റത്തു നിന്ന് തന്നെ കേട്ടു. ഓരോ മന്ത്രവും ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടാണ് ചൊല്ലിയിരുന്നത്. മന്ത്രജപം കഴിഞ്ഞപ്പോൾ അകത്തേക്ക് ചെന്നു. ഭക്തനെ കണ്ടതോടെ ആ അമ്മ പൊട്ടിക്കരഞ്ഞു. കാര്യം എന്തെന്നറിഞ്ഞില്ലെങ്കിലും വിഷമിക്കരുതെന്നും അമ്മ കൂടെയുള്ളപ്പോൾ, മാതാമൃതാനന്ദമയി ദേവി കൂടെയുള്ളപ്പോൾ ഏതു പ്രശ്നത്തിനും പരിഹാരമുണ്ടാകില്ലേ എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കരച്ചിലടക്കിയ ആ വീട്ടമ്മ തലേന്നു രാത്രിയിൽ വീട്ടിൽ നടന്ന സംഭവം വിവരിച്ചു. കടം വാങ്ങിയ തുകയുടെ തിരിച്ചടവ് മുടങ്ങിയതിനാൽ ബ്ലേഡ് പലിശക്കാർ വീട്ടിലെത്തി അസഭ്യവർഷം നടത്തുകയും ദേഹോപദ്രവമേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിനെ തുടർന്നുള്ള വിഷമത്തിൽ ഗൃഹനാഥൻ രാത്രി വീട്ടിൽ നിന്നിറങ്ങിപ്പോയെന്നും എന്തു സംഭവിച്ചെന്നറിയില്ലെന്നും കരഞ്ഞുകൊണ്ടാണ് ആ ഗൃഹനാഥ പറഞ്ഞത്. വെളുപ്പിന് വിളക്ക് വെച്ച് സഹസ്രനാമം ജപിച്ച ശേഷം കൗമാരപ്രായക്കാരായ 2 പെൺമക്കൾക്കും വിഷം നൽകിയ ശേഷം താനും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നെന്നും അവർ പറഞ്ഞു. എന്നാൽ അമ്മയാണ് നിങ്ങളെ ഈ സമയം ഇവിടെ എത്തിച്ചതെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതിനാൽ അവർ ആത്മഹത്യാ ചിന്തയിൽ നിന്നും പിന്തിരിയുന്നതായും ഉറപ്പു നൽകി. അമ്മയിലുള്ള അവരുടെ ഉറച്ച ഭക്തിയും വിശ്വാസവും കൊണ്ട് ക്രമേണ ആ കുടുംബം കടക്കെണിയിൽ നിന്നും മുക്തരാവുകയും സാമ്പത്തിക ഭദ്രത കൈവരിക്കുകയും അമ്മയുടെ നല്ല സേവകരായി തീരുകയും ചെയ്തു. അമ്മയെ ആശ്രയിച്ചെത്തുന്ന മക്കളെ അമ്മ വെടിയില്ല, അതോർക്കൂ എന്ന് അമ്മയുടെ മൊഴികളും ഇവിടെ അന്വർത്ഥമാക്കുകയാണ്. ഈ അമ്മ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് പലരും അത്ഭുതത്തോടെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. പരമശിവനിൽ നിന്ന് അഭിന്നയായ പരാശക്തി തൻ്റെ ലീലാവിലാസമായ സൃഷ്ടി പ്രക്രിയയിലൂടെ സ്വയം ജീവജാലങ്ങളായി പരിണമിച്ച് അവയുടെ ഹൃദയ ഗുഹയിൽ പ്രവേശിച്ച് ആർക്കും പിടികൊടുക്കാതെ സ്വയം മറച്ചു കുടികൊള്ളുന്നു. വിഷയസമുദ്രത്തിൽ മുങ്ങിത്താണ് കിടക്കുന്ന ഇന്ദ്രിയരാമന്മാരായ മനുഷ്യർ എങ്ങനെയാണ് അവിടുത്തെ മഹാത്മ്യം അറിയുക? സദ്ഗുരുവിൻ്റെ കൃപ കൊണ്ട് വല്ലപ്പോഴുമൊക്കെ മനസ്സിൽ തെളിഞ്ഞാലും അല്പനേരത്തിനുള്ളിൽ തന്നെ ഉള്ളിലുയരുന്ന ഘോരമായ വിഷയചിന്തകൾ എത്ര എളുപ്പത്തിലാണ് ഈ ഉള്ളവരെ ആ ആനന്ദസ്മരണയിൽ നിന്ന് അകറ്റുന്നത്. മഹാഭാരത യുദ്ധത്തിൽ അർജുനനു വേണ്ടി അവിടുന്ന് തേര് തെളിച്ചു. സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ല ഒന്നാണ് എന്ന് കൂടെ കൂടെ അമ്മ ഓർമ്മിപ്പിക്കുമ്പോൾ, മക്കളെ നിങ്ങളെല്ലാം ഞാൻ തന്നെയാണെന്ന് അമ്മ നമ്മെ ബോധിപ്പിക്കുക മാത്രമല്ല, മക്കളുടെ ജീവിതമാകുന്ന തേരു തെളിയിക്കാൻ താൻ എപ്പോഴും തയ്യാറാണെന്ന് സൂചിപ്പിക്കുക കൂടിയല്ലേ അമ്മ ചെയ്യുന്നത്. എന്നാൽ അതിനായി പാർത്ഥൻ ശരണാഗതി അടഞ്ഞതുപോലെ അഭയം തേടുവാനുള്ള പക്വതയോ ത്രാണിയോ ഈ മക്കൾക്കില്ലെന്ന് അമ്മയ്ക്കറിയാമല്ലോ. പിഞ്ചു കുഞ്ഞിനെ പോലെ അമ്മ അമ്മ എന്ന് കേഴുവാൻ പോലും സാധിക്കാതെ വിധം കളങ്കപൂരിതമായ അന്ധകരണത്തിനുടമകളായി അവിടുത്തെ ദിവ്യാവതാര മഹിമ അറിയാതെ പാപായുസുക്കളായി ഈ അമൂല്യ ജന്മം പാഴായി പോകുന്നതല്ലോ അമ്മേ. ഇന്ദ്രിയ സുഖാനുഭവത്തിനായി മാത്രം ആയുസ്സും ആരോഗ്യവും ബുദ്ധിയും ചിന്തയുമെല്ലാം ഉപയോഗപ്പെടുത്തുന്നവരാകയാൽ അവിടുന്ന് മോഹാന്ധകാര സഞ്ചാരിയായി അജ്ഞാനികളുടെ ഈ ലോകത്തേക്ക് ഇറങ്ങി വന്ന് കാരുണ്യപൂർണതയെക്കുറിച്ച് ഈ മക്കൾ എങ്ങനെ മനസ്സിലാക്കാൻ? തൻ്റെ നാവ് കൊണ്ട് കുഷ്ഠരോഗിയുടെ വ്രണങ്ങൾ ശുദ്ധീകരിച്ച അമ്മേ, അതിലും എത്രയോ ദുർഗന്ധപൂരിതമായ ശരീരമനോബുദ്ധി വ്യാപാരങ്ങളാൽ ദുഷിച്ച ജനസഞ്ചയത്തെ എത്ര ലളിതവും സുന്ദരവും സ്വാഭാവികവുമായാണ് ദിവ്യപ്രേമ ഔഷധം നൽകി ആലിംഗനം ചെയ്ത് വിമലീകരിക്കുന്നത്.
ഈ അമ്മയല്ലാതെ മറ്റാരാണ് കാരുണ്യത്തിൻ്റെ മൂർത്തരൂപം? ഹരി ഓം നമഃ ശിവായ.